നമസ്കാരം. രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ചർച്ച നടന്നെന്ന് ജോസ് കെ മാണി. തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ചയിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. LDFനൊപ്പം ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെന്നും ജോസ് കെ മാണി വെളിപ്പെടുത്തി. രാഷ്ട്രീയ തീരുമാനം എന്താ? കേരള കോൺഗ്രസിനെ UDFിൽ നിന്ന് പുറത്താക്കി അല്ലേ? അതാണല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നു. ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു. ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നിന് മാറ്റുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കി ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ കൃത്യമായിട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടായെങ്കിലേ ഒരു ന്യൂസ് ആവുള്ളൂ, അങ്ങനെ ഉണ്ടായെങ്കിലേ ആൾക്കാർ കാണുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റീഡർഷിപ്പും അതുപോലെ വ്യൂവർഷിപ്പും കൂടുമായിരിക്കും. ചില കൗതുകങ്ങളുണ്ടാവുന്നു. അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നണിയുടെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് തന്നെയാണ്. അത് ഏതെങ്കിലും നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ജയിക്കും, ആരെങ്കിലും ഒരാൾ പരാജയപ്പെടും. അപ്പോൾ അതൊന്നും പറഞ്ഞപ്പോഴും മുന്നണി മാറുകയാണോ? അല്ലല്ലോ. ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ചിത്രത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് അല്ല, ഞാൻ കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ടല്ലോ. പരാജയപ്പെട്ടതോടെ പാർലമെന്റിലേക്കുള്ള പ്രാതിനിധ്യം പാർട്ടിക്ക് ഇല്ലാതാവുന്ന പശ്ചാത്തലമുണ്ട്. അതുകൂടിയാണോ? അല്ല, ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്. എത്രയോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ. അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അല്ല, അതൊരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിൻ്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്തു നിന്ന് മാത്രമല്ല, അപ്പം ഈ കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണോ അവർ ജയിച്ചത്? ഏതെങ്കിലും ഒരു മുന്നണിയുടെ ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചതല്ല. സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചല്ലേ ജയിച്ചത്. അപ്പോൾ അത് ജയിച്ചു, ഞങ്ങളത് മാനിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞില്ല, ജയവും പരാജയവും ഉണ്ടാവും. ഇതൊക്കെ എല്ലാം അത് എത്രയോ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാവും. അത് ജനങ്ങളല്ല തീരുമാനിക്കും. ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും. വോട്ടുകൾ ചോർന്നൊരു ആക്ഷേപമുണ്ടോ? പദവികൾ നിലനിർത്താമെന്ന ധാരണയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല ധാരണകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു. എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം CPM എടുക്കും എന്നുള്ളതാണ്. ഞാൻ നിങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാനൊരു ഒരു ഡിസ്കഷൻ നടന്നു. അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ